മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വീഴ്ചകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ജയിക്കാൻ ചുറുചുറുക്കും വിശ്വാസവും ഉത്സാഹവും വേണം. രണ്ടാം പകുതിയിൽ ജയിക്കാൻ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. കാലം ഒരു മുറിവും ഉണക്കാറില്ല. ആ മുറിവുമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രം പഠിപ്പിക്കുന്നു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിനു മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരല്ല. ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മനിരതനാകുക. കർമ്മത്തിനു ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം കാലം ഒന്നിനും മറുപടി പറയാതെ ഇതുവരെ കടന്നുപോയിട്ടില്ല. ഭക്തരെ, ആരെയും വെറുക്കാതെ തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ നന്മകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. കാലം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിൽ ഉണ്ടാകണം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ.